ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് നമ്മുടെ യേശുനാഥൻ പഠിപ്പിച്ച ആ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം കേട്ടോ. എല്ലാവരും കൈകൾ കൂപ്പിയേ, കണ്ണുകളടച്ചേ. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാലിലുമായിടേണം. അന്നന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. നമുക്ക് ഒരു പ്രതിജ്ഞ ചെയ്യാം. ഉണ്ണീശോയുടെ കണ്ണിലുണ്ണിയായി അനുസരണയുള്ള ഒരു കുഞ്ഞാടിനെ പോലെ ഞാൻ വളരും. എന്താണ്? ഉണ്ണീശോയുടെ കണ്ണിലുണ്ണിയായി അനുസരണയുള്ള ഒരു കുഞ്ഞാടിനെ പോലെ ഞാൻ വളരും. പിന്നെ നമ്മൾക്ക് സത്പ്രവൃത്തികൾ ശീലിക്കണം. അയൽപ്പക്കത്തുള്ള കൂട്ടുകാരുമായി നിറഞ്ഞ സ്നേഹത്തോടും അച്ചടക്കത്തോടും കൂടെ കളിക്കാനും ഇടപഴകാനും ശീലിക്കുക. ഈശോ അങ്ങനെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഈശോ അങ്ങനെയാണ്. എല്ലാവരോടും നല്ല പെരുമാറ്റമായിരുന്നു, എല്ലാവരും സ്നേഹിച്ചിരുന്നു. പിന്നെ അതുപോലെ പ്രാർത്ഥനയിലും എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കളെ സഹായിക്കുന്നതിലൊക്കെ ഈശോ ചെറുപ്പം തൊട്ടേ നല്ല എല്ലാം ചെയ്ത് വളർന്ന കുട്ടിയാണ്. അപ്പോൾ അതേപോലെ അയൽപ്പക്കത്തുള്ള കൂട്ടുകാരുമൊത്ത് നിറഞ്ഞ സ്നേഹത്തോടും അച്ചടക്കത്തോടും കൂടെ കളിക്കാനും ഇടപഴകാനും ശീലിക്കണം. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു വർക്ക് ഞാൻ പറഞ്ഞുതരാം. ഉണ്ണീശോയുടെ പലതരത്തിലുള്ള ചിത്രങ്ങൾ ശേഖരിച്ചുകൊണ്ട് ചെറിയൊരു ആൽബം ഉണ്ടാക്കണം. ഉണ്ണീശോയുടെ പലതരത്തിലുള്ള ചിത്രങ്ങൾ ശേഖരിച്ചുകൊണ്ട് ചെറിയ ആൽബം ഉണ്ടാക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഗ്രീറ്റിംഗ്സ് കാർഡോ അല്ലെങ്കിൽ നമ്മൾ എവിടെ നെറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ണീശോയുടെ ചെറിയ ചെറിയ ഫോട്ടോസ് കിട്ടും. ഉണ്ണീശോ ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടും. അതെല്ലാം കൊണ്ടുവന്ന് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ നിങ്ങളത് ശേഖരിച്ച് ഒരു ചെറിയ ആൽബം ഉണ്ടാക്കണം. ആ ആൽബം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സൂക്ഷിക്കുക. എന്നിട്ട് നിങ്ങൾ അത് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കണം. ഇനി ഈശോയുമായിട്ട് കൊച്ചു കുട്ടികളുള്ള കുറച്ച് ഫോട്ടോസ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഈശോ കുട്ടികളോട് സംസാരിക്കുന്നതും അവരോടൊക്കെ വർത്തമാനം പറയുന്നത് അവരോടൊക്കെ കളിക്കുന്നതുമായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഇവിടെ ഇപ്പോൾ കാണാം. ഒപ്പിയെടുക്കാൻ വന്നവനാം ഈശോയേ, ഈശോയേ, ആശ്വാസം നീയല്ലോ. കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാം ഈശോയേ, ഈശോയേ, ആശ്വാസം
മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാം ഈശോയേ, ഈശോയേ, ആശ്വാസം യല്ലോ. കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാം ഈശോയേ, ഈശോയേ, ആശ്വാസം യല്ലോ. ഇനി ഞാൻ ചോദ്യം ചോദിക്കാം. എന്തിനു വേണ്ടിയാണ് അമ്മമാർ കുഞ്ഞുങ്ങളെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്നത്? എന്തിനു വേണ്ടിയായിരുന്നു? ഈശോ അവരുടെയൊക്കെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. ശിശുക്കളെ കണ്ടപ്പോൾ ഈശോയുടെ ശിഷ്യന്മാർ എന്താ ചെയ്തത്? അവരൊക്കെ ഇങ്ങനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. അപ്പോൾ ഈശോ എന്താണ് ശിഷ്യന്മാരോട് പറഞ്ഞത്? അവരെ തടയേണ്ട, അവരെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുക. അതാണ് ഈശോ പറഞ്ഞത്. പിന്നെ കർത്താവിൻ്റെ ദാനമാണ് മക്കൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ബൈബിളിലെ ഏത് ഭാഗത്താണ്? അത് നിങ്ങൾ ബൈബിളൊക്കെ നോക്കി എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിയിട്ട് എഴുതി വയ്ക്കുക. പിന്നെ കുടുംബം പ്രകാശനമാക്കുന്ന കൊച്ചു നക്ഷത്രങ്ങൾ ആരാണ്? നിങ്ങൾ തന്നെയാണ് ആ കൊച്ചു നക്ഷത്രങ്ങൾ. കുടുംബത്തെ പ്രകാശമാക്കുന്ന കൊച്ചു നക്ഷത്രങ്ങൾ നിങ്ങൾ തന്നെയാണ്. ഈശോ നമ്മെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? എന്ത് ഓർമ്മിപ്പിക്കുന്നത്? നമ്മളെപ്പോഴും നല്ല കുട്ടികളായിട്ട് വളരണം. നമ്മുടെ അയൽക്കാരോടും നമ്മുടെ സ്നേഹിതന്മാരോടൊക്കെ നന്മയിൽ വളരാൻ, മാതാപിതാക്കളെ ബഹുമാനിച്ച് സ്നേഹിച്ച് നന്മയിൽ വളരാനാണ് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ശിശുവിനെ പോലെ ഏറ്റവും ചെറുതാകുന്നവനാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയവൻ എന്നാരാണ് പറഞ്ഞത്? ഈശോ ആണ്. ഈ ശിഷ്യന്മാരെ ചോദിച്ചപ്പോൾ ഈശോ ആണ് അതിനുത്തരം പറഞ്ഞത്. ശിശുവിനെ പോലെ ഏറ്റവും ചെറുതാകുന്നവനാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയവൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈശോ കൊച്ചുകുട്ടികളോട് സംസാരിക്കുന്നതും അവരെ തൻ്റെ അടുത്തേക്ക് വരുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നമുക്കിവിടെ ഇപ്പോൾ കാണാം കേട്ടോ. ഈശോയ്ക്ക് കുഞ്ഞുങ്ങളെ എന്തിഷ്ടമായിരുന്നെന്നോ? ഇതൊന്ന് കേൾക്കൂ. ഒരു ദിവസം നഗരത്തിലെ ഒരു പ്രധാനി ഈശോയോട് തൻ്റെ ഭവനത്തിലേക്ക് വരാൻ യാചിച്ചു. തൻ്റെ മകനെ ഒന്ന് സുഖപ്പെടുത്താനായിരുന്നു അത്. ഈശോ അങ്ങോട്ട് പോകുന്നതിന് പകരം പ്രധാനിയോട് പറഞ്ഞു, നീ നിന്റെ ഭവനത്തിലേക്ക് തന്നെ പോവുക, നിന്റെ മകൻ സുഖം പ്രാപിച്ചിരിക്കും. പ്രധാനി ഈശോയിൽ വിശ്വസിച്ചു. എന്നിട്ട് വീട്ടിലേക്ക് മടങ്ങി. മടക്കയാത്രയുടെ പാതി വഴിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ പരിചാരകൻ ഓടി വന്ന് പറഞ്ഞു, അങ്ങയുടെ മകൻ സുഖം പ്രാപിച്ചു. ഈശോ ഒരു ബാലികയെ സുഖപ്പെടുത്തിയത് എങ്ങനെയെന്ന് കേൾക്കൂ. ബാലികയുടെ പിതാവിൻ്റെ പേര് ജെറസ് എന്നായിരുന്നു. അദ്ദേഹം അവിടുത്തെ ഒരു മുഖ്യനായിരുന്നു. ഈശോയുടെ അടുക്കൽ ചെന്ന് അയാൾ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മകൾ മരിക്കാറായി കിടക്കുകയാണ്, അങ്ങ് എൻ്റെ മകളെ രക്ഷിക്കണം. ഈശോ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ആ ബാലിക മരിച്ചു പോയിരുന്നു. എങ്കിലും ഈശോ അവളുടെ കുടുംബത്തോടൊപ്പം ആ മകളെ കാണുവാനായി പുറപ്പെട്ടു. അവൾ കിടന്നിരുന്ന മുറിയിൽ ഈശോ പ്രവേശിച്ചു. ആ കുഞ്ഞിൻ്റെ കൈ ഈശോയുടെ കൈയോട് ചേർത്തു. എന്നിട്ട് പറഞ്ഞു, മകളെ എഴുന്നേൽക്കൂ. അവൾ എഴുന്നേറ്റു. അവൾ പൂർണ്ണ സൗഖ്യവതിയായിരുന്നു. ഈശോയുടെ അത്ഭുത പ്രവൃത്തികൾ കാണാനും തങ്ങളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി മനസ്സിലാക്കാനും പഠിക്കാനുമായി ഒരു വലിയ ജനക്കൂട്ടം ഈശോയെ അനുഗമിച്ചിരുന്നു. ഒരു ദിവസം 5000-ൽ പരം ആളുകളും അവരുടെ കുടുംബങ്ങളും അടങ്ങുന്ന ഒരു വലിയ ജനക്കൂട്ടം ഈശോയെ അനുഗമിച്ചു. ഈശോയുടെ അടുക്കൽ അവരെത്തിയപ്പോഴേക്കും ഒരുപാട് വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്നേ വിശന്നിരുന്നു. കൈവശം ഭക്ഷണം കരുതിയിരുന്ന ഒരു ബാലൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. 5 അപ്പവും 2 മീനും മാത്രം. ആ ബാലൻ അത് ഈശോയെ ഏൽപ്പിച്ചു. ഈശോ അപ്പവും മീനും വാഴ്ത്തി പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അവിടെയുള്ള സകല ജനങ്ങൾക്കും വയറു നിറയെ ഭക്ഷിക്കാൻ തക്കവണ്ണം അപ്പവും മീനും അവിടെ ഉണ്ടായി. എല്ലാവരും സന്തോഷത്തോടെ അത് ഭക്ഷിച്ചു. ബാക്കിയുള്ളവ ശേഖരിക്കുകയും ചെയ്തു. ഒരുപാട് ആളുകൾക്ക് ഈശോയെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. അശരണരെയും രോഗികളെയും പാപികളെയും ഈശോ ചേർത്ത് പിടിച്ച് സൗഖ്യം നൽകിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം കുറച്ച് ആളുകൾ അവരുടെ കുഞ്ഞുങ്ങളെ ഈശോയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു.
ഈശോയുടെ സഹായികൾ മക്കളെ അദ്ദേഹത്തിൻ്റെ അരികിൽ നിന്ന് മാറ്റി നിർത്താനായി ശ്രമിച്ചു. പക്ഷേ ഇത് കണ്ട് ഈശോ അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ എൻ്റെ പക്കലേക്ക് അയക്കുവിൻ, അവരെ തടയരുത്. നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യേണ്ടത് ഈ കുഞ്ഞുങ്ങളെ പോലെയാണ്, അവരുടെ മനസ്സാലാണ്. ഈശോ പറഞ്ഞു. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായി കാണാം. എല്ലാവർക്കും നന്ദി.